ഒരിക്കലും ഒരു ഗുരുവും ശിഷ്യനും കൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ഗുരുവിനോട് തന്റെ ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഗുരു, ഞാൻ നിങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും ഇപ്പോഴും ഒന്നും നേടാനോ നമ്മൾ പറയുന്നതായി കേൾക്കുന്ന ആളുകളോ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ തന്നെ ഗുരു പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് തങ്ങൾക്ക് നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് ഇനി ഒരു പഴം എടുക്കുക. അങ്ങനെ ശിഷ്യൻ കയ്യും മെയ്യും മറന്ന് ഒരു പഴം എടുക്കുന്നു. പഴത്തിന് ശേഷം ഗുരു പറയുന്നുണ്ട്, നീ അതൊന്ന് പൊട്ടിക്കുന്ന സമയത്ത് ധാരാളം കുരുകൾ, ചെറിയ ചെറിയ കുരുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പം ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഗുരു, ഇതിനകത്ത് കുറെ ചെറിയ ചെറിയ കുരുകളാണുള്ളത്, എന്താ ചെയ്യേണ്ടത്? അതിലൊരു കുരു എടുത്തിട്ട് നീ ഒന്ന് പൊട്ടിച്ച് നോക്കുക. അങ്ങനെ തന്റെ ശിഷ്യൻ അത് പൊട്ടിക്കുന്ന സമയത്ത് ആ കുരുവിൽ ഒന്നും കാണുന്നില്ല. ഗുരു, ഇതിലൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ ഗുരു തിരിച്ചു പറയുന്നുണ്ട്, ഇതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുരുവിൽ നിന്ന് തുടങ്ങി ഇത്രയും ആളുകൾക്ക് തണലായി മാറിയ ഈ വൃക്ഷം തുടങ്ങുന്നത് വെറും ശൂന്യതയിൽ നിന്നാണ്. അത് നമ്മൾ ഓർത്താൽ നന്നായിരിക്കും. എല്ലാവരുടെ ജീവിതം തുടങ്ങുന്നത് ശൂന്യതയിൽ നിന്നാണ്. പിന്നീടാണ് നമ്മൾ പിടിച്ചടക്കുന്നതും കീഴടക്കുന്നതും ഒക്കെ. എനിക്കും നിനക്കുമൊക്കെ അത് പറ്റുമെന്നുള്ളതാണ് ഗുരു അവിടെ തെളിയിച്ചു കൊടുത്തത്.